ഹായ് എവരിവൺ, വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. നമ്മൾ ഇന്ന് സയൻറ്റിഫിക് ഓഫീസർ CLന്റെ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന പോർഷനിലെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നത്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് കൂടി ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, പലരും പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കാൻ ടൈമില്ല, എനിക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല, പഠിക്കാൻ ടൈമില്ല മിസ്സേ. ഈ സമയത്തിൻ്റെ വില അറിയാത്തവരാണ് സമയമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണം, ജോലി ഉണ്ടാവണം, ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാവണം. അപ്പോൾ അവർക്കറിയാം 1 മിനിറ്റ് കിട്ടുമ്പോഴും 5 മിനിറ്റ് കിട്ടുമ്പോഴും എങ്ങനെ പഠിക്കാമെന്ന്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് ടൈമില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക, നമുക്കാണെങ്കിലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്കാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനാണെങ്കിലും എല്ലാവർക്കും 24 hours തന്നെയാണുള്ളത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ടൈം ഇല്ല എന്ന് പറയുന്നത്? ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ല, അങ്ങനെ വേണം പറയാൻ. അല്ലാതെ ഈക്വലായി തന്നെയാണ് സർവേശ്വരൻ നമുക്ക് ടൈം തന്നിരിക്കുന്നത്. അത് നല്ല രീതിയിൽ യൂസ്ഫുള്ളായി ഉപയോഗിക്കണമെങ്കിൽ, നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു പവർ വേണം, അതിനൊരു കഴിവ് വേണം, അതിനൊരു എബിലിറ്റി വേണം. ആ എബിലിറ്റി നിങ്ങൾക്കില്ല എന്നതാണ് നിങ്ങൾ പറയേണ്ടത്. ഒരിക്കലും ടൈം ആരെയും തേടി വരില്ല, നമ്മൾ കണ്ടെത്തണം. നമുക്ക് പഠിക്കാനുള്ള ടൈമിനെ ബാക്കി എല്ലാ തിരക്കുകളിൽ നിന്നും മാറ്റിവെച്ച് നമുക്ക് ആവശ്യമുള്ള സമയത്തിനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. 1 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ പഠിക്കൂ എന്ന തീരുമാനത്തിൽ നിന്നും മാറി 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചിരിക്കും എന്ന രീതിയിലോട്ട് നിങ്ങൾ മാറണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു റിസൾട്ട് നിങ്ങൾ തേടിയെത്തും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. Identify the non-reducing sugars from the following. Options: sucrose, glucose, lactose, trehalose. Options: only A and B, only A, only A and D, only C. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലായിട്ടും കുറച്ച് സ്റ്റാൻഡേർഡ് രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ ചോദിച്ചിരിക്കുന്നത്? നോൺ റെഡ്യൂസിങ് ഷുഗർ ഏതാണെന്നുള്ളത്. അപ്പോൾ ഓരോന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൂക്രോസ് എന്ന് പറയുന്നത് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇതിൽ റെഡ്യൂസിങ് ഗ്രൂപ്പ്സ് ഓഫ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഇൻവോൾവ്ഡ് ആണ് ഇൻ ദ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ ഇതൊരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ദെൻ ഗ്ലൂക്കോസ് പറയുന്നത് റെഡ്യൂസിങ് ഷുഗർ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഗ്ലൂക്കോസിന് ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ലാക്ടോസ് വന്നു കഴിഞ്ഞാലും എന്താണ്, റെഡ്യൂസിങ് ഷുഗർ ആണ്. അതിൻ്റെ പ്രത്യേകത ഫ്രീ ആനോമറിക് കാർബൺ ഇൻ ഗ്ലൂക്കോസ് യൂണിറ്റ്. പിന്നെ ട്രെഹാലോസ്, ഇതും എന്താണ്, നോൺ റെഡ്യൂസിങ് ആണ്. അപ്പം നോൺ റെഡ്യൂസിങ് ആയിട്ടുള്ളത് ട്രെഹാലോസും സൂക്രോസും ആണ്. ഈ ട്രെഹാലോസിനെ ബേസ് ചെയ്ത് വേറെയും ക്വസ്റ്റ്യൻസ് പലതവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നോൺ റെഡ്യൂസിങ് ഷുഗറിൽ വരുന്നതാണ് സൂക്രോസും ട്രെഹാലോസും. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? എയും ഡിയും ആയതുകൊണ്ട് ഓപ്ഷൻ 6 ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. Carbohydrate provides calories at the rate of 5 kilocalorie per gram. Option B 6 kilocalorie, C 8 kilocalorie, D 4 kilocalorie. അപ്പോൾ ഇതിൽ ഏതായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ്സ് കലോറീസ് അറ്റ് ദ റേറ്റ് ഓഫ്. ഇത് ഡയറ്റീഷ്യൻ്റെ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് മേജർ സോഴ്സ് ഓഫ് എനർജി തന്നെയാണ് ഡയറ്റിൽ, അല്ലേ? വെൻ മെറ്റബോളൈസ്ഡ് 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് yield approximately 4 kilocalorie per gram of energy. When metabolized, 1 gram of carbohydrate yields approximately 4 kilocalorie of energy. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മറ്റുള്ള മാക്രോ ന്യൂട്രിയൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീന് വരുന്നതും 4 kilocalorie തന്നെയാണ്. ദെൻ ഫാറ്റ്സിൻ്റെ കേസിൽ 9 ആണ്. ആൽക്കഹോൾ ആണെങ്കിൽ 7 വരും. ഇങ്ങനെ ഓരോന്നിനും
വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. കാർബോഹൈഡ്രേറ്റിനാണെങ്കിൽ 4 ആണ്, പ്രോട്ടീന് 4, ഫാറ്റ്സിന് 9, ആൽക്കഹോളിന് 7. കൈയോടെ പഠിക്കുക കേട്ടോ. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഏകദേശം 50 to 60% ആണ് ടോട്ടൽ ഡെയിലി കലോറി ഇൻടേക്ക് വരുന്നത് ബാലൻസ്ഡ് ഡയറ്റിൽ, 50 to 60%. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? 4 kcal അല്ലെങ്കിൽ കിലോ കലോറി പെർ ഗ്രാം. ദ ഫോളോയിങ് ആർ ഡൈസാക്രൈഡ്സ്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻസ്: ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, സൂക്രോസ് ആൻഡ് ഗ്ലൂക്കോസ്, സൂക്രോസ് ആൻഡ് മാൽട്ടോസ്, ലാക്ടോസ് ആൻഡ് ഫ്രക്ടോസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു, അല്ലെങ്കിലും ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ആദ്യം ഡൈസാക്രൈഡ് എന്താണെന്ന് അറിയണം. ഡൈസാക്രൈഡിന്റെ പ്രത്യേകത 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡൈസാക്രൈഡ്. അതായത് കണ്ടൻസേഷൻ ഓഫ് 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോണോസാക്രൈഡ് ആണ്, ഫ്രക്ടോസും മോണോസാക്രൈഡ് ആണ്. സോ അത് റോങ് ആൻസർ ആണ്. രണ്ടാമത്തത് സൂക്രോസ് ആൻഡ് ഗ്ലൂക്കോസ്. സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്രൈഡ് ആണ്. അതായത് നമുക്ക് പറയാം ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഡൈസാക്രൈഡ് ആണ് സൂക്രോസ് എന്ന് പറയുന്നത്. പക്ഷെ ഗ്ലൂക്കോസ് ആണെങ്കിലോ അത് മോണോസാക്രൈഡ് ആയതുകൊണ്ട് ആ ഓപ്ഷനും തെറ്റാണ്. സൂക്രോസ് ആൻഡ് മാൾട്ടോസ്. സൂക്രോസ് നമുക്കറിയാം ഡൈസാക്രൈഡ് ആണ്. മാൾട്ടോസിന്റെ പ്രത്യേകത മാൾട്ടോസും ഒരു ഡൈസാക്രൈഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഗ്ലൂക്കോസും 2 ഗ്ലൂക്കോസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് മാൾട്ടോസ്. സോ മാൾട്ടോസും ഒരു ഡൈസാക്രൈഡ് ആണ്. പിന്നെ അടുത്തത്, അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ലാക്ടോസ്. ലാക്ടോസിന്റെ പ്രത്യേകത ലാക്ടോസും ഒരു ഡൈസാക്രൈഡ് ആണ്. അവിടെ വരുന്നത് ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും ആണ്. അപ്പോൾ ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നതാണ് ലാക്ടോസ്. പക്ഷെ കൂടെ വന്നിരിക്കുന്നത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് ഒരു മോണോസാക്രൈഡ് ആണ്. ആ ഓപ്ഷനും റോങ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, സൂക്രോസ് ആൻഡ് മാൾട്ടോസ്. എക്സാമ്പിൾസ് ഓഫ് സ്റ്റോറേജ് പോളിസാക്രൈഡ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ: സ്റ്റാർച്ച് ആൻഡ് ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ആൻഡ് ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ ആൻഡ് പെക്റ്റിൻ, അമിലോസ് ആൻഡ് അമിലോപെക്റ്റിൻ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യനും ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത സ്റ്റോറേജ് പോളിസാക്രൈഡ് ആണ്. സ്റ്റോറേജ് പോളിസാക്രൈഡ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ദാറ്റ് സ്റ്റോർ എനർജി ഇൻ ഓർഗാനിസം. സ്റ്റോർ എനർജി ഇൻ ഓർഗാനിസം ആണ് എന്ത് നമ്മൾ പറയുന്നത്? സ്റ്റോറേജ് പോളിസാക്രൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർച്ച് പ്ലാന്റ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഇൻ പ്ലാന്റ്സ് ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അത് തന്നെ വരുന്ന 2 ഘടകങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് ആണ് ഏതൊക്കെ? അമിലോസും അമിലോപെക്റ്റിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് സ്റ്റാർച്ചിൽ വന്നിരിക്കുന്നതാണ്. സ്റ്റാർച്ച് കമ്പോസ്ഡ് ഓഫ് അമിലോസ് ആൻഡ് അമിലോപെക്റ്റിൻ. ലീനിയർ ആണെങ്കിൽ അമിലോസും ബ്രാഞ്ച്ഡ് ആണെങ്കിൽ അമിലോപെക്റ്റിനും. ഓക്കെ. പിന്നെ വരുന്നത് ഗ്ലൈക്കോജൻ, ആനിമൽസിലെ സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഇൻ ആനിമൽ ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഇൻ ആനിമൽ. ഇത് ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഇത് ഹൈലി ബ്രാഞ്ച്ഡ് ഫോർ റാപ്പിഡ് എനർജി റിലീസ്. പിന്നെ വരുന്നതാണ് നമ്മുടെ സെല്ലുലോസ്. അപ്പോൾ ഇവിടെ ഇവർ 2 പേരും മാച്ച് ആണ്. ഇതാണ് കറക്റ്റ് ആൻസറും വരുന്നത് കേട്ടോ. സ്റ്റോറേജ് ഫോംസ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് പ്ലാന്റ്സിലാണെങ്കിൽ ഗ്ലൈക്കോജൻ ആനിമൽസിലാണ്. പിന്നെ സെല്ലുലോസ്. സെല്ലുലോസിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ പോളിസാക്രൈഡ് നോട്ട് ഫോർ സ്റ്റോറേജ്. ഗ്ലൂക്കോസിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ മോണോസാക്രൈഡ്, അതും സ്റ്റോറേജ് പർപ്പസിനുള്ളതല്ല. പിന്നെ ഗ്ലൈക്കോജൻ നേരത്തെ പറഞ്ഞു, പക്ഷെ പെക്റ്റിൻ വരുന്നുണ്ട് ഇവിടെ. പെക്റ്റിന്റെ പ്രത്യേകത എന്താണ്? പെക്റ്റിൻ ഈസ് എ സ്ട്രക്ചറൽ പോളിസാക്രൈഡ്, ഓക്കെ, നോട്ട് എനർജി സ്റ്റോറേജ്. പിന്നെ അമിലോസും അമിലോപെക്റ്റിനും ഞാൻ പറഞ്ഞല്ലോ, ബോത്ത് ആർ കമ്പോണൻസ് ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ സ്റ്റാർച്ച് ആൻഡ് ഗ്ലൈക്കോജൻ. The number of optical isomers for a carbohydrate is exhibited by the formula 2 into n, 2 raised to n, 4 raised to n, 2 by n, where n is the number of asymmetric carbon. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഒപ്റ്റിക്കൽ ഐസോമേഴ്സിൻ്റെ നമ്പർ
എക്സിബിറ്റ് ചെയ്യുന്ന അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണെന്നാണ്. ഈസിയാണ്, കെമിസ്ട്രിക്കാർക്ക് പൊതുവെ പല ഭാഗത്തും പഠിക്കുന്ന ഒരു കാര്യമാണ്. 2n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ കൈറാൽ കാർബൺ ഓർ ചിറാൽ കാർബൺ, പല രീതിയിലും പറയും. കൈറാലിനും ചിറാലിനൊക്കെ പറയാറുണ്ട്. നമ്പർ ഓഫ് അസിമെട്രിക് കാർബൺ എന്ന് പറയുന്നതാണ് എന്നിന്റെ നമ്പർ അറിയാമെങ്കിൽ ഇപ്പോൾ അസിമെട്രിക് കാർബൺ 2 വരുന്നുണ്ട് എങ്കിൽ n = 2, then 2^2 = 4 ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വരാം. പ്രോബ്ലം സാധാരണ രീതിയിൽ ചോദിക്കുന്നതാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് അസിമെട്രിക് കാർബൺ നോക്കിയിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫ്രക്ടോസ് ഈസ് എ ഡാഷ്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ കൊടുക്കാൻ മറന്നതാണ് കേട്ടോ. ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 2017 നടന്ന എക്സാം ആണ്. അതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്രക്ടോസ് ഈസ് എ ഡാഷ്. ആൽഡോ പെൻഡോസ്, കീറ്റോ ഹെക്സോസ്, ആൽഡോ ഹെക്സോസ്, കീറ്റോ പെൻഡോസ്. ഇവിടെ ഈസി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഫ്രക്ടോസ് ഗ്ലൂക്കോസ് പോലെ തന്നെ 6 കാർബൺ വരുന്നുണ്ട്, അതുകൊണ്ട് ഹെക്സോസ് ആണ്, പെൻഡോസ് വരില്ല. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഹെക്സോസ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ കീറ്റോ ഗ്രൂപ്പാണ്, CO ഗ്രൂപ്പാണ് വരുന്നത്. കീറ്റോ ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് ഫങ്ഷണൽ കീറ്റോ ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിന് വരുന്നതുകൊണ്ട് ഇത് കീറ്റോ ഹെക്സോസ് ആണ്. ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി വരും. ഓക്കെ, ഹെക്സോസ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആണ്. കീറ്റോ എന്ന് പറഞ്ഞാൽ അതിൽ കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CO ഗ്രൂപ്പ് അറ്റ് ദ സെക്കൻഡ് കാർബൺ. കെമിസ്ട്രിക്കാർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ്. ഫ്രക്ടോസിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. നമ്മുടെ ഗ്ലൂക്കോസ് പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ആൽഡോ പെൻഡോസ് അല്ലേ, ആൽഡോ പെൻഡോസ് എന്ന് പറയുമ്പോൾ അതിൽ 5 കാർബണും ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പും വരും. അതിന് എക്സാമ്പിൾ ആണ് റൈബോസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആൽഡോ ഹെക്സോസ് എന്ന് പറയുമ്പോൾ അതിൽ 6 കാർബൺ വരും, ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരും. അതിലാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് വരുന്നത്, അപ്പോൾ ഗ്ലൂക്കോസ് ആണ് അതിന് എക്സാമ്പിൾ വരിക. ഓക്കെ, കീറ്റോ ഗ്രൂപ്പ് വരുമ്പോൾ ഫ്രക്ടോസ്. പിന്നെ കീറ്റോ പെൻഡോസ്, അതിൻ്റെ പ്രത്യേകത ഇതിൽ 5 കാർബൺ ആണ് വരുന്നത്. പിന്നെ കീറ്റോൺ ഗ്രൂപ്പ് വരും, റെബുലോസ് ആണ് അതിന് എക്സാമ്പിൾ കേട്ടോ. ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോ, തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. ഈ ഓപ്ഷനിൽ നിന്നായിരിക്കാം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പഠിക്കുക. കറക്റ്റ് ആൻസർ മാത്രമല്ല, ഈ സെയിം ക്വസ്റ്റ്യൻ ഇനി ഒരു എക്സാമിന് വരണമെന്നില്ല, പക്ഷേ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ ആൽഡോ പെൻഡോസ് എന്ന് പറഞ്ഞാൽ ഏതാണ് എക്സാമ്പിൾ, എത്ര കാർബൺ വരും, ആൽഡിഹൈഡ് ഗ്രൂപ്പാണോ കീറ്റോ ഗ്രൂപ്പാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുക. അതുപോലെ ഓരോന്നിൻ്റെ കേസിലും അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഈസ് ദ ഷുഗർ കോമൺലി ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ്, ദെൻ ഹണി, സം വെജിറ്റബിൾസ്. അതിലൊക്കെ വരുന്ന ഷുഗർ, ഫ്രൂട്ട് ഷുഗർ ഏതാണ്, ആ രീതിയിൽ ഹണി ഷുഗർ ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒന്നാണ് ഫ്രക്ടോസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൈസാക്രൈഡ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷുഗർ യൂണിറ്റ്സ് ആണെങ്കിൽ അതിന് എക്സാമ്പിൾ വരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. മോണോസാക്രൈഡിൽ വരുന്നതാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ കേട്ടോ. പിന്നെ ഡൈസാക്രൈഡ് എന്ന് പറയുമ്പോൾ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഉണ്ട്, അതിനകത്ത് വരുന്നതാണ് സൂക്രോസ്. നേരത്തെ പറഞ്ഞു ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്? സൂക്രോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റോറേജ് പോളിസാക്രൈഡ് ഇൻ ആനിമൽ? കണ്ണും പൊട്ടി പറയാം, ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ ഈസ് ദ പ്രൈമറി സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഇൻ ആനിമൽ. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പ്രൈമറി സ്റ്റോർഡ് ഇൻ ദ ലിവർ ആൻഡ് മസിൽസ്. പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ലിവർ ആൻഡ് മസിൽസ് ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാർച്ച് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിലാണ്. സെല്ലുലോസും കൈറ്റിനും ഒക്കെ സ്ട്രക്ചറൽ പോളിസാക്രൈഡ്സ് ആണ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ ആണ് പ്രൈമറി സ്റ്റോറേജ് പോളിസാക്രൈഡ് ഇൻ ആനിമൽ. ലിവറിലും മസിലിലും ആണ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ പ്ലാന്റ്സിൽ സ്റ്റാർച്ച്, സെല്ലുലോസ് സ്ട്രക്ചറൽ പോളിസാക്രൈഡ് ആണ്, കൈറ്റിൻ സ്ട്രക്ചറൽ പോളിസാക്രൈഡ് ആണ്. ഇൻസെക്റ്റിൻ്റെ സ്കെലിറ്റനിലും ഫംഗൽ സെൽ വോൾസിലൊക്കെ കാണുന്നതാണ് ഈ കൈറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോണോസാക്രൈഡ് ഈസ് എൻ എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്? അപ്പോൾ ഇവിടെ എപ്പിമറിനെയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഫ്രക്ടോസ് ഉണ്ട് ആദ്യം. ഫ്രക്ടോസ് എന്ന് പറയുന്നത് കീറ്റോ ഹെക്സോസ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് നോട്ട് എൻ എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. അതിൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് ഗ്ലൂക്കോസിന്റെ എപ്പിമർ അല്ല. ഗാലക്ടോസിന് നമുക്ക് പറഞ്ഞാൽ അത് ആൽഡോ ഹെക്സോസ് തന്നെയാണ്.
ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഡിഫറിങ് ഫ്രം ഗ്ലൂക്കോസ് അറ്റ് C4 പൊസിഷനിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇതൊരു എപ്പിമർ ആണ്. മാനോസിന്റെ പ്രത്യേകത അതും ആൽഡോ ഹെക്സോസ് ആണ്. ഡിഫറിങ് ഫ്രം ഗ്ലൂക്കോസ് അറ്റ് C2 പൊസിഷനിലായതുകൊണ്ട് അതും ഒരു എപ്പിമർ ആണ്. റൈബോസിന്റെ പ്രത്യേകത ഇത് ആൽഡോ പെൻഡോസ് ആണ്. ഇതും വരുന്നില്ല. ഇതെന്താണ്? റൈബോസ് ആൽഡോ പെൻഡോസ് ആണ്. അതായത് 5 കാർബൺ ആണ്. നോട്ട് എൻ എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. ക്ലിയർ ആയോ? പിന്നെ അപ്പോൾ ഇവിടെ ഗാലക്ടോസും മാനോസും എപ്പിമർ ആണ്. ഗാലക്ടോസ് എന്ന് പറയുന്നത് C4 പൊസിഷനിലും മാനോസ് എന്ന് പറയുന്നത് C2 പൊസിഷനിലുമാണ്. പക്ഷെ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാവുന്ന ആൻസർ എന്ന് പറയുന്നത് ഗാലക്ടോസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത് കേട്ടോ. ഗാലക്ടോസ് ആണ് മോർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗാലക്ടോസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിയിരിക്കുന്നത് ഞാൻ ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആൻസർ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു.